കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനും കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡും സംയുക്തമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തുരുത്തി ടവർ മുഖ്യമന്ത്രി നേരിട്ടെത്തി സന്ദർശിച്ചു. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് സൈഫുനിസ, 394 കുടുംബങ്ങൾക്ക് ഒരു അത്താണിയായി ഒരു വീട് ഒരുങ്ങുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഒരു ഭാഗത്ത് ആഘോഷം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വിവാദവുമുണ്ട്. തീർച്ചയായും രുചീഷ്, ഇന്ന് അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരുത്തിയിലെത്തി തുരുത്തി ടവർ ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് സമീപത്ത് കാണുന്ന 2 ടവറാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഒരു കിടപ്പുമുറിയും ഡൈനിങ് റൂമും ബാൽക്കണിയും അടുക്കളയും ഒക്കെ അടങ്ങുന്നതാണ് മുറി. ഈ ഫ്ളാറ്റ് സമുച്ചയം 94 കുടുംബങ്ങൾക്കാണ് ഈ ഫ്ളാറ്റ് നൽകുക, ഭവനരഹിതരായ ആളുകൾക്ക്. ഇത് വിവിധ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനത്തിന്റെയും ഒക്കെ സഹകരണത്തോടെ സ്മാർട്ട് സിറ്റിയുടെയും കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ കോൺഗ്രസും ഇപ്പോൾ ഒരു എതിർപ്പ് അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് പൂർണ്ണമായും ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ CPIM ശ്രമിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ഒരു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. ഈ പദ്ധതിയെ വൈകിപ്പിക്കാൻ ശ്രമം നടന്നു, ഇതിനു മുൻപ് ഈ പദ്ധതി ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ളത്. അത് പക്ഷേ അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും മുഖ്യമന്ത്രി പോയില്ല. ഒപ്പം തന്നെ ലൈഫ് മിഷനെയും തകർക്കാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേസമയത്ത് തന്നെയാണ് DCC എന്നൊരു വാർത്താ സമ്മേളനം വിളിച്ച് നേരത്തെ ഉണ്ടായിരുന്ന കൊച്ചി മേയർ ടോണി ചെമ്മണി, അതിനുശേഷം വന്നിരുന്ന മേയർ സൗമിനി ജെയിൻ, ഒപ്പം തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി മേയറായിരുന്ന ഇപ്പോഴത്തെ MLA ആയ TJ വിനോദ് ഒക്കെ ഇരുന്ന ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. ആ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഇവർ കാര്യം പറയുന്നുണ്ട്. 2013 ആരംഭിച്ചതാണ് ഈ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി മേടിച്ചു. 1.5 കോടി രൂപയോളം മുടക്കിയുള്ള പണികൾ കഴിഞ്ഞു. 2ാമത്തെ നില പണി പൂർത്തിയാക്കുമ്പോഴാണ് കരാറുകാരന് പണം നൽകാനുണ്ടായിരുന്നിട്ട് അത് കൊടുക്കാതിരിക്കാൻ CPIM വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടത്തി. കൗൺസിലടക്കം ബഹളം വെച്ചു. തുരുത്തിയിലെ പലരെയും ഈ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്ന് കോർപ്പറേഷനകത്ത് സമരം ചെയ്യുന്ന സ്ഥിതി വരെ ഉണ്ടായി. അങ്ങനെ ഈ പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ഒരുമിച്ച് ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ശരി സൈഫുനിസ.